ഇപ്പോൾ കരുണയുടെ പതാകയുടെ പിന്നിൽ ലോകരാജ്യങ്ങളുടെ പതാകയുമേന്തി യുവാക്കൾ കടന്നു വരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തു മനുഷ്യകുലത്തിന് വേണ്ടി കാൽവരിയിലെ വിരുമാറിൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ച് നേടിയ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള വിജയത്തിൻ്റെ കരുണയുടെ പതാകയാണ് ഇപ്പോൾ നമ്മുടെ മധ്യയിലേക്ക് ആനയിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നിലായി ആദ്യം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പതാക, അതിൻ്റെ പിന്നിലായ ലോകരാജ്യങ്ങളുടെ പതാക പിടിച്ചുകൊണ്ട് യുവാക്കൾ അണിനിരക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കൂപ്പുകരങ്ങളോടുകൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നോക്കാം. പതാക പ്രയാണം ആരംഭിക്കുന്നു. നമുക്കൊരുമിച്ച് കാരുണ്യ സാധന ചൊല്ലി ലോകരാജ്യങ്ങളുടെ മേൽ കരുണ നിറയുവാനായിട്ട് ഉറക്കെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങേ ശരണപ്പെടുന്നു. കരുണയുടെ ജപമാല നമുക്ക് ആലപിക്കാം ഭക്തിയോടെ. ലോകരാജ്യങ്ങളുടെ മേലെ കരുണ പെയ്തിറങ്ങട്ടെ. പ്രത്യേകിച്ച് അവിടുത്തെ അനന്തകരുണയുടെ തിരുനാൾ ദിനമാണ്. തൻ്റെ അനന്തകരുണയുടെ തിരുനാൾ ദിനത്തിൽ എൻ്റെ കരുണയുടെയും കൃപയുടെയും മുഴുവൻ കൈവഴികൾ ഞാൻ തുറന്നു വിടുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൈവഴികളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകരുണ ഈ രാജ്യങ്ങളുടെ മേൽ പെയ്തിറങ്ങാനായിട്ട് ദൈവമക്കളെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. ലോകരാജ്യങ്ങളുടെ മേൽ അത്ഭുതകരമായ ദൈവകരുണ പെയ്തിറങ്ങട്ടെ. നിന്റെ പ്രാർത്ഥന ലോകരാജ്യങ്ങളിൽ സമാധാനം വിതയ്ക്കും. മരിയ ഫൗസ്റ്റീന ഒരിക്കൽ ഒരു രാജ്യത്തിൻ്റെ മേൽ ദൈവം ശിക്ഷയയക്കുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ 9 ദിവസത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ അവസാനമായപ്പോൾ ഈശോ മരിയ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോ മരിയ ഫൗസ്റ്റീനയോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ പ്രാർത്ഥനയെ പ്രതി നിനക്ക് വേണ്ടി ഞാൻ ഈ രാജ്യത്തെ ആശീർവദിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ഈ 3 മിനിസ്ട്രികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഗ്ലോബൽ ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ, ഡിവീന മിസറിക്കോർഡിയ ഇന്റർനാഷണൽ, ഗോഡ്സ് ഓൺ മിഷൻ അൺലിമിറ്റഡ്. ഈ 3 മിനിസ്ട്രിയും 3 ദേശങ്ങളിൽ ആരംഭിച്ചതാണ്, 3 സമയങ്ങളിൽ ആരംഭിച്ചതാണ്. പക്ഷേ ഈ 3 മിനിസ്ട്രിക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ലോകരാജ്യങ്ങളെ ഏറ്റെടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേകതയും മിനിസ്ട്രിക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ദൗത്യം ഇന്ന് നിനക്കാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു രാജ്യത്തെ നീ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന വഴി ആ രാജ്യത്തിലെ എല്ലാ ജനതകളും മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. കരുണയുടെ വിജയ പതാക അൽത്താരയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. ലോകരാജ്യങ്ങളുടെ പതാക ഈ പണിതീരാത്ത സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവജനം വിശ്വാസത്തോടുകൂടെ ഈ അനന്തകരുണയുടെ തിരുനാൾ ദിനം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി വരും. കരുണയുടെ രാജാവ് ലോകം ഭരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി പറ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്ക് വലതുകരം ഇടതു നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടതുകരം ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രാജ്യങ്ങളുടെ മേൽ സുവിശേഷ പ്രഘോഷണം നടക്കുവാനായിട്ട് ദാഹത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പതാകകൾ വേഗത്തിൽ പ്രവേശിക്കേണ്ടതാണ്. കർണക്കൊന്ത നമ്മളിപ്പോൾ ആലപിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. സാധിക്കുന്നവർ കരങ്ങൾ വിരിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നമ്മുടെ മാതൃരാജ്യത്തെ സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത ദേശങ്ങളെ സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. വലിയ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ സമർപ്പിച്ച് ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഒരു തവണ പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ
പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അങ്ങേ പ്രിയപുത്രന്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴിയെ മാനവകുലത്തെ വീണ്ടെടുത്തതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ കുത്തിത്തുറക്കപ്പെട്ട തിരുഹൃദയത്തിലെ മുറിവിൽ നിന്നും പുറപ്പെടുന്ന ദൈവകരുണയുടെ പ്രകാശകിരണങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളിലും പതിക്കട്ടെ. അവിടുത്തെ പുത്രന്റെ തിരുഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുകമ്പയുടെ അഗ്നിനാളങ്ങൾ ലോകമെമ്പാടും 5 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും അഗ്നിജ്വാലയായി കത്തിപ്പടരട്ടെ. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന വചനത്തിൽ പറയുന്നത് പോലെ സുവിശേഷത്തിന്റെ സത്യവെളിച്ചം കണ്ടെത്തി ഈശോയെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും സത്യവിശ്വാസത്തിന്റെ കിരണങ്ങൾ എത്താത്ത എല്ലാ ജനപദങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ദൈവകരുണ ഒഴുകി ഇറങ്ങുവാനായി ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുന്നു. ആധുനിക ലോകത്തിൽ തിന്മയുടെ അതിപ്രസരത്താൽ വലയുന്ന സകല ജനങ്ങളുടെയും മേൽ അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ലോകം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെയും അസമാധാനത്തിന്റെയും അശുദ്ധിയുടെയും അവസ്ഥകളിലേക്ക് അങ്ങയുടെ പുത്രന്റെ തിരുഹൃദയത്തിലൂടെ വെളിപ്പെട്ട കാരുണ്യം വർഷിച്ച് ലോകത്തെ വിശുദ്ധീകരിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിന് അന്ത്യം ആഗതമാകും എന്ന തിരുവചനത്തിലൂടെ എൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനായി നീ ലോകത്തെ ഒരുക്കുമെന്ന് വിശുദ്ധ പൗസ്ത്യനായിലൂടെ വെളിപ്പെടുത്തിയ യേശുനാഥ, എല്ലാ ലോകരാജ്യങ്ങളിലേക്കും അങ്ങയുടെ കരുണയുടെ സന്ദേശവാഹകരായി അനേകായിരം പ്രേക്ഷിതരെ കത്തിജ്വലിക്കുന്ന വിളക്കായി അയക്കണമേ. അതുവഴി ജനകോടികൾ സുവിശേഷ വെളിച്ചം സ്വീകരിച്ച് യേശുവിൻ്റെ സാക്ഷികളാകുവാൻ കനിയണമേ. പ്രേക്ഷിതരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നിർമ്മല ഹൃദയത്തിലൂടെയും സകല വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥത്തോട് ചേർത്ത് ഈ പ്രാർത്ഥന ഈശോ മിശിഹായുടെ കരുണാർദ്ര ഹൃദയം വഴി പരമപിതാവിന് സ്തുതി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. എല്ലാവരുടെ ചൊല്ലുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയമാണ്. അതിനു മുമ്പ് ഒരു നിമിഷം ഈ ലോകരാജ്യങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അഭിഷേക അധികാരത്തോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയമായ അധികാരത്തോട് ചേർന്ന് ലോകം മുഴുവനുമുള്ള മെത്രാന്മാർ, വൈദികർ അവർക്കുള്ള അഭിഷേക അധികാരത്തോട് ചേർന്ന് ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ബലികളുടെ യോഗ്യതകളോട് ചേർന്ന് പിതാവായ ദൈവമേ, ലോകരാജ്യങ്ങളെ അങ്ങേ വത്സലകുമാരന്റെ തിരുമുറിവിൽ പ്രതിഷ്ഠിച്ച അവിടുത്തെ തിരുമുറിവും ആത്മാവും ശരീരവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ച നൽകി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മേൽ സമാധാനം വിതയ്ക്കണമേ, സുവിശേഷത്തിന് സമാധാനം വിതയ്ക്കണമേ. അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മുട്ടുമേ നിൽക്കാം, ഭക്തിയാവണം. സാഷ്ടാംഗം വീഴുക ഏറ്റം മഹത്താവി കൂദാശയിൽ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസനിർവ്യതിർത്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നിന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. സ്വർഗത്തിൽ നിന്ന് അവർക്കപ്പമേകിയല്ലോ, ദൈവമേ, അങ്ങയുടെ പുത്രന്റെ പീഡാസഹനത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെ നിത്യസ്മാരകമായി ഈ വിശുദ്ധ കുർബാന അങ്ങ് സ്ഥാപിച്ചുവല്ലോ. ഈ വിശുദ്ധ കുർബാനയെ വണങ്ങുന്നത് ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും കരുണയോട് തീർക്കാൻ പാർക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട്
ആത്മാ